നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം തമിഴക രാഷ്ട്രീയ രംഗത്ത് അപ്രതീക്ഷിത വഴിത്തിരിവുകൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഒരു പാർട്ടിക്കും സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാത്തത് വലിയ തിരിച്ചടിയായി മാറി. സ്റ്റാലിന്റെ തോൽവി DMKക്ക് ഒരു കനത്ത പ്രഹരമാണ് ഉണ്ടാക്കിയത്. അതായത് വർഷങ്ങളായി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായക ശക്തികളായിരുന്ന DMK, AIADMK പാർട്ടികളെ പിന്തള്ളി തമിഴക വെട്രിക്കഴകം പുതിയ ശക്തിയായി ഉയർന്നു വന്നിരിക്കുകയാണ്. 108 സീറ്റുകൾ നേടി TVK തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി. DMK സഖ്യം 70-ലധികം സീറ്റുകളും AIADMK സഖ്യം 50-ൽ കൂടുതൽ സീറ്റുകളുമാണ് നേടിയത്. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയും DMK അധ്യക്ഷനുമായ MK സ്റ്റാലിൻ കൊളത്തൂർ മണ്ഡലത്തിൽ പരാജയപ്പെട്ടത് വലിയ ഞെട്ടലാണ് പാർട്ടിക്കുണ്ടാക്കിയത്. അതേസമയം അദ്ദേഹത്തിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ വിജയിച്ചു. കഴിഞ്ഞ ആഴ്ച വരെ ഭരണകക്ഷിയായിരുന്ന DMK ഇപ്പോൾ പ്രതിപക്ഷത്താണ് നിൽക്കുന്നത്. പെരുമ്പൂർ, തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് എന്നീ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച വിജയ് 2ഇടത്തും ജയിച്ചു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനായി നിൽക്കുന്ന വിജയ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റ്, അതായത് സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ വിജയ് ആദ്യം ചെയ്യാൻ പോകുന്നത് തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലെ MLA സ്ഥാനം രാജിവെക്കും എന്നതാണ് സൂചനകൾ പുറത്തുവരുന്നത്. ഇത് തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത ഒരുങ്ങും. അടുത്ത ജനുവരിക്കകം തിരഞ്ഞെടുപ്പ് നടക്കും. MLA രാജിവെച്ചതിന് ശേഷം 6 മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ചട്ടം. ഇതോടെ തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് മണ്ഡലം തമിഴ് രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ DMK നേതാവ് MK സ്റ്റാലിൻ നേരിട്ട് മത്സരിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾക്കിടയിലെ സംസാരം. കൊളത്തൂരിലുണ്ടായ പരാജയത്തിന് ശേഷം അദ്ദേഹത്തിന് അനുകൂലമായി നിലനിൽക്കുന്ന സഹതാപ തരംഗം വിജയമാക്കി മാറ്റാനാണ് DMKയുടെ നീക്കം. ഇത് സ്റ്റാലിനെ നിയമസഭയിലേക്ക് തിരികെ എത്തിക്കാനുള്ള ഒരു തന്ത്രമായി പാർട്ടി കണക്കാക്കുന്നുണ്ട്. മറുവശത്ത് TVK മുൻ IAS ഉദ്യോഗസ്ഥനായ യു സഗയത്തെ സ്ഥാനാർത്ഥിയാക്കാനാണ് ആലോചിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ധാതു വിഭവ കൊള്ളകൾക്കുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള സഗയം ജനങ്ങൾക്കിടയിൽ മികച്ച സ്വീകാര്യതയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഈ ജനസമ്മത വോട്ടാക്കി മാറ്റാനാണ് TVKയുടെ ലക്ഷ്യം. വിജയവുമായി അടുത്ത സൗഹൃദമുള്ള നടി തൃഷ ഇവിടെ മത്സരിക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചാരണമുണ്ട്. ഇക്കാര്യം TVK നേതൃത്വം ഇതുവരെ അന്തിമമായി ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. കൂടാതെ മുൻ മന്ത്രി KP കൃഷ്ണനെ പോലുള്ള പരിചയസമ്പന്നനായ ഒരു സ്ഥാനാർത്ഥിയും TVK പരിഗണിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമായതിനാൽ ആ ഘടകവും സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണിക്കാനുള്ള ഒരു വിഷയമായി വരും. ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു സാധാരണ മണ്ഡല പോരാട്ടത്തിനപ്പുറം തമിഴ്നാടിന്റെ ഭാവി രാഷ്ട്രീയം നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ്. വിജയ്, MK സ്റ്റാലിൻ, മറ്റു പാർട്ടികൾ എന്നിവരുടെ തീരുമാനങ്ങൾ അടുത്ത രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഒരു പുതിയ ദിശ നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.